ഏതെങ്കിലും ഒരു ജനാധിപത്യ സർക്കാർ കോടതിയിൽ സ്വയം കേസിന് പോകുന്നു. ആ കേസിന് പോയിട്ട് മറുവശത്തുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കേസിന് പോയി കേന്ദ്ര സർക്കാർ പറയുന്ന വസ്തുതകൾ പുറത്തുവിടരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൻ്റെ അർത്ഥം ആ വസ്തുതകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പുറത്തുവിടരുത് എന്ന് കോടതിയോട് തന്നെ അഭ്യർത്ഥിക്കുക, പുറത്തുവിടരുത് എന്ന് നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. കോടതി പറഞ്ഞു കേരള സർക്കാരിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നു പുറത്തുവിടരുത്. കോടതി തന്നെ അപ്പം പറഞ്ഞു ഇതൊക്കെ ഓപ്പൺ കോർട്ടിൽ നടന്ന വാദമല്ലേ, ഇത് മുഴുവൻ ആൾക്കാരും കേട്ടിരിക്കുകയല്ലേ. കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു നോർത്ത് ബ്ലോക്കിൻ്റെ മുന്നിൽ മലയാള മാധ്യമങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെ വസ്തുതകൾ പുറത്തുവിടാൻ പറ്റും, പുറത്തുവിടാൻ പറ്റില്ല, ഇത്തരത്തിൽ വാർത്തകൾക്ക് തടസ്സമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. അതുകൊണ്ട് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാലഗോപാൽ ആവശ്യപ്പെടുന്നത് പോലെയുള്ള നിലവിലുള്ള ഒരു മാനദണ്ഡവും മാറ്റാൻ കോടതി പറഞ്ഞിട്ടില്ല. കോടതി ആകെ പറഞ്ഞത് തൽക്കാലം ഔദാര്യം കാണിക്കണം. ഇന്നലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് രക്ഷാ പാക്കേജ് എന്നാണ്. അതാണ് വാക്ക് ഉപയോഗിച്ചത്, രക്ഷാ പാക്കേജ് എന്ന് പറഞ്ഞാൽ ദുരിതത്തിലായിട്ട് ഒരു നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഒന്ന് കൈ നീട്ടിക്കൊടുത്തിട്ട് പൊക്കിയെടുക്കാൻ ശ്രമിക്കുമല്ലോ, അതാണ് കേന്ദ്ര സർക്കാരിനോട് ചെയ്യാൻ ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 10 ദിവസം പോലും ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാഹചര്യത്തെ മാനേജ് ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര സർക്കാർ സഹായിക്കണം എന്ന് പറയുന്ന ഒരു ധനമന്ത്രിയും സർക്കാരും വേണോ എന്നാണ് ജനങ്ങൾ ആലോചിക്കേണ്ടത്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന സാഹചര്യം തന്നെ ഈ ധനകാര്യമന്ത്രിക്ക് അപമാനമാണ്. ആ സ്ഥാനത്തിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടി സമ്മതിക്കണം. കാരണം ഇത്രയൊക്കെ കേട്ടിട്ടും അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഭിക്ഷ യാചിച്ച് മേടിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് യാചിച്ച് കിട്ടുന്ന പണം കൊണ്ട്, ആ പണം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഏറ്റവും മികച്ച സാമ്പത്തിക മാനേജ്മെൻറ്റാണെന്നാണ്. കൂടുതൽ ആക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോടതി പോയത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ബെയിൽ ഔട്ട് എന്നാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ദുരവസ്ഥ എന്താണ് എന്ന് സുപ്രീം കോടതിക്കടക്കം ബോധ്യമായി. അതാണ് നിലവിലുള്ള സാഹചര്യം. രണ്ടാമത്തെ വിഷയം പൗരത്വ നിയമം. പൗരത്വ നിയമത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം സാമ്പത്തികമായി തകർന്ന ഒരു സംസ്ഥാനത്ത് ഇനി ക്രമസമാധാനം കൂടി തകർക്കാൻ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെടുന്നവരും പ്രതിപക്ഷത്തെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരും മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സർക്കാർ സ്പോൺസേഡ് സമരങ്ങൾ, ആ സമരങ്ങളുടെ പേരിൽ ദുരിതമനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഇനിയൊരു ദുരിതം കൂടി കെട്ടിവെക്കാൻ ഈ രണ്ട് പാർട്ടികളും ചേർന്ന് നടത്തുന്ന മത്സരം, അവർ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇതിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മത്സരം അവസാനിപ്പിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാത്ത ഒരു വിഷയം, ആ വിഷയമാണിത്. അതിൻ്റെ പേരിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ നടത്തുന്ന മത്സരവും മുതലെടുപ്പും, ആ മുതലെടുപ്പ് തിരിച്ചറിയണം എന്ന് ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ നിയമം ഒരാളുടെ പോലും പൗരത്വം നഷ്ടമാക്കുന്നില്ല. ഈ നിയമം കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പൗരത്വം നഷ്ടമാകുന്നു, അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. മാത്രമല്ല, അയൽ രാജ്യങ്ങളിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യൻ, ഹിന്ദു അടക്കമുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് അഭയം നൽകാനുള്ള നിയമമാണിത്. കോൺഗ്രസ് ഈ രാജ്യത്തെ വിഭജിച്ചപ്പോൾ മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ അങ്ങനെ
പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ അഭയം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് അന്നുയർന്ന ആവശ്യം, ആ ആവശ്യമാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പാലിച്ചിട്ടുള്ളത്. അതിനാണ് തടസ്സം നിൽക്കുന്നത്. അതിനെതിരായിട്ടാണ് കേസ് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ കേസ് കൊടുത്ത് ക്രമസമാധാനം തകർക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയുടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ്.